കർത്താവിൽ പ്രിയരെ, എന്താണ് ഈ സമയം? സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചുമൊക്കെ നാം ബൈബിളിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. സമയത്തിന് ഒരുപാട് വിലയുണ്ട്. നാം സമയം തക്കത്തിൽ വിനിയോഗിക്കാഞ്ഞാൽ നമുക്ക് പലതും നഷ്ടമാകും. പിന്നീട് കടന്നുപോയ സമയങ്ങൾ നമുക്ക് തിരികെ ലഭിച്ചെന്ന് വരില്ല. ആമേൻ. പ്രിയരെ, നമ്മുടെ ജീവിതം എത്രയെന്ന് നമുക്കറിയില്ല. ക്ഷണനേരം കൊണ്ടാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോകേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് കിട്ടുന്ന സമയം നാം തക്കത്തിൽ ഉപയോഗിക്കണം. കഴിഞ്ഞുപോയ സമയം നമുക്കിനി തിരികെ കിട്ടില്ല, അത് ഉറപ്പാണ്. പക്ഷേ ഇനി കിട്ടുന്ന സമയം നാം തക്കത്തിൽ ഉപയോഗിക്കുക. സമയത്തെ നമുക്ക് ആർക്കും പിടിച്ചു നിർത്താനാവില്ല. സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നു 3-ാം അധ്യായത്തിൽ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, ഇങ്ങനെ ഓരോന്നിനും അതതിൻ്റെ കാലം താഴെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം കർത്താവിന് പ്രയോജനമുള്ളവരായി തീർന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. നാം നമ്മുടെ ആയുഷ്കാലം ദൈവത്തിനും മറ്റുള്ളവർക്കും പ്രയോജനവും സമാധാനവും സന്തോഷവും ആശ്വസിപ്പിക്കുന്നവരുമായി മാറട്ടെ. നാം ചെയ്യുന്നതൊക്കെ കർത്താവിനായി ചെയ്തുവെന്ന് ചിന്തിക്കുക. ഇനിയും സമയമില്ല. കർത്താവിൻ്റെ വരവും ആസന്നമായിരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.